അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ നോക്കി പറഞ്ഞു, സഹാബാ, ഇനി നിങ്ങൾക്ക് ഒരു തൗബയുടെ ആവശ്യമില്ല സഹാബാ. നിങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് പോകുകയാണ്. ലക്ഷ്യം അബൂ സുഫിയാനെ പിടികൂടാനായിരുന്നു. പക്ഷേ അത് മറ്റൊന്നായി സംഭവിക്കുകയായിരുന്നു. ഏതായാലും ആ രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. അണവാക്കി റൂഹുല്ലമീൻ തൻമോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ വറായ തുണയാർ അബൂ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരും നുസൈറ. ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം ഹബീബായ നബിതങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ ഹബീബായ നബിതങ്ങളും സഹബത്തും ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഉരയാകെ 310 മൂണ്ടേ ഉണ്ടാമുറപ്പായ കൗലാമിതണ്ടേ. അങ്ങനെ 300 ചെല്ലാനും വരുന്ന സഹാബ അതാ ബദറിൻ്റെ രണാങ്കളത്തിലേക്ക്. ഉദ്ദേശം അതല്ലെങ്കിലും അതാ അവർ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ കച്ചവട സംഘത്തിനെ പിടികൂടാൻ തിരിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ വിധി അത് മറ്റൊന്നായിരുന്നു.